ഹലോ ഹായ് പറ ഹായ്. സോ ഇന്ന് ഷാസിനയുടെ പ്രോഗ്രാമാണ്. ട്രിവാൻഡ്രം തെക്കാട് സൂര്യഗണേശനിൽ വെച്ച് നമ്മൾ അനന്തപുരി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. സോ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി ഷാസിനുണ്ട്. അപ്പോൾ ഇന്ന് ഷാസിനയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മേക്കപ്പ്. അപ്പോൾ മേക്കപ്പ് അവർ ചെയ്യാൻ അവിടെ ആൾ വന്നു. അപ്പോൾ ഞാനും കൂടെ പോയിരുന്നു. എന്നിട്ട് ഷാസിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അതിന് ശേഷം അവിടെ ഇൻട്രോ എടുക്കണം. നല്ല ശബ്ദമൊക്കെ ഉണ്ട് ഇവിടെ വണ്ടിയുടെ. ഓക്കെ. അതിന് ശേഷം ഹർഷു മേക്കപ്പൊക്കെ ഇട്ട് ശുഞ്ചരിയായി. അവൾക്ക് മേക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അവൾ ഡാൻസ് കളിക്കുമെന്ന് പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എൻ്റെ കൂടെ വരാൻ വാശിയായിരുന്നു. എൻ്റെ കൂടെ വരണം. അങ്ങനെ ഞാൻ ആദ്യത്തെ സ്കൂട്ടിയിൽ കുട്ടികളെടുത്തുകൊണ്ട് വരണം. അപ്പം ഞാൻ കുറച്ച് പതുക്കെ ശ്രദ്ധയോടെ ആളെ ഫ്രണ്ടിൽ ഇരുത്തി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇനി ശാസ്നയുടെ അച്ഛനും അമ്മയും ശാസ്നയും കൂടി ഇനി കാറിൽ വരും പിക്ക് ചെയ്യാൻ. ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തോട്ട് പോകും. ഇനി പോണ വഴിക്കണം. ബൈ. സോ അങ്ങനെ ഒരു പ്രോഗ്രാം വ്ളോഗിലേക്ക് വീണ്ടും വെൽക്കം. നമ്മുടെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹർഷുവിൻ്റെ കുറച്ച് പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട്. അങ്ങനെ അവിടെ നിന്ന് സോപ്പിട്ട് നിൽക്കുന്നുണ്ടോ ചേച്ചിമാരുടെ അടുത്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ജ്യൂസ് അടിച്ച് മാറ്റിയിരിക്കുന്നുണ്ട്. കടയിൽ തന്നെ എൻ്റെ ജ്യൂസ് എല്ലാം കുടിച്ചു. ഹർഷുദേ മേക്കപ്പൊക്കെ ഇടുവാണ്. ചേച്ചിമാർ ഒടുക്കി സുന്ദരാക്കിയിട്ടുണ്ട് ഹർഷുവിനെ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഷാസിനയുടെ ഫോട്ടോ വീഡിയോ എടുക്കുന്നപ്പോഴത്തേക്കും ഹർഷു അവിടെ നിൽപ്പുണ്ട്. അവൾക്ക് ശരിക്കും എന്നെ മേക്കപ്പ് ചെയ്യാൻ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. കൂടെ എൻ്റെ സ്കൂട്ടി കയറിയത് വീടെത്തി. ഹായ് പറ. ഹായ്. അത് ആഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആഴ്ത്തം അവൾക്ക് റെഡി ആവണം. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായി എൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നു. എന്നെ അച്ഛനമ്മ വിളിക്കാൻ പറ്റുമല്ലേ നമ്മളെ. ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ശ്വാസം റെഡി ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തെത്തി. നമ്മുടെ നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ സ്ഥലമാണിത്. ഇവിടെയാണ് സൂര്യ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത്. ഫുൾ ഗണപതിയാണ് ഇവിടെ. പേര് പറയുന്ന പോലെ തന്നെ. നമ്മൾ ഷാസിനയുടെ ചെസ് നമ്പർ കിട്ടി 1. നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ 1 കിട്ടല്ലേ, അതിന് കിട്ടി. പക്ഷെ നമ്മൾ മിക്സായിട്ട് കയറിയതുകൊണ്ട് അവൾ 10ാമതാണ് കയറിയിരിക്കുന്നത്. ഇതാണ് ഓഡിറ്റോറിയം. അവിടെ ഒരു വലിയ ഗണപതി ഉണ്ട്. സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഷാസിനയുടെ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ട്. ഷാസിന് ഡാൻസ് കഴിഞ്ഞ് തളർന്നു വന്നു ഇവിടെ കാറ്റ് കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സർപ്രൈസ് ഉണ്ടായത്, എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചു. അത് ഞാൻ അവിടെ ചെന്നിട്ടാട്ടോ തീരുമാനിക്കണേ. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതല്ല. എനിക്ക് കുറച്ചുകൂടെ ഭംഗിയിലൊക്കെ പോയത്. അവിടെ ചെന്നപ്പോഴാണ് സാറ് പറയണത് ഇങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കയറണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഉച്ചയ്ക്കാണ് പറയുന്നത്. അങ്ങനെ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കറക്റ്റ് എന്നെ തന്നെ ഫസ്റ്റ് സംസാരിക്കാൻ വിളിച്ചു. പെട്ടെന്നൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഇവിടെ നിന്ന് പോയപ്പോൾ അതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ പോയത്. ഞാൻ അവളുടെ കൂടെ പോയതാണ് പ്രോഗ്രാം കാണാൻ. പക്ഷേ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഷാസിനയ്ക്ക് അവാർഡ് കിട്ടി. ഇതേതാണ് അവാർഡ്? നാട്യമഞ്ജരി പുരസ്കാരമാണ്.
അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ക്ലിയർ ഏബിയിൽ കയറി പോണ വഴിക്ക് ശ്വാസം കളിയൊക്കെ വരുമ്പോൾ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഹോട്ടലിൽ കയറുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹർഷവും ശ്വാസമൊക്കെ പാസ്ത കഴിക്കാം. ഞങ്ങൾ ഹർഷുവിൻ്റെ ഡാൻസും പാട്ടും ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാതെ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം. സോ എല്ലാവർക്കും ബൈ.